സിമെൻറ്റ് യൂസ് നമ്മൾ മാക്സിമം കുറയ്ക്കണം എന്നാണ്. അതായത് ചൂട് കുറയ്ക്കാനും അല്ലെങ്കിൽ നമ്മുടെ ടോട്ടൽ എൻവയോൺമെൻറ്റിനെ രക്ഷിക്കാനുള്ളൊരു രീതിയിലാണെങ്കിൽ പോലും നമ്മൾ സിമെൻറ്റ് കണ്ടൻറ്റ് കുറയ്ക്കുക എന്നുള്ളൊരിതാണ്. അപ്പോൾ ആ ലെവലിലേക്ക് നമുക്കിപ്പോൾ ജിപ്സം ബ്ലാസ്റ്റിംഗ് അവൈലബിൾ ആണ്. നമ്മൾ ഒരു കോൺട്രാക്ടറിനെ സെലക്ട് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പീരിയൻസും ഇമ്പോർട്ടൻ്റ് ആണ്, അതേപോലെ തന്നെ ടെക്നിക്കൽ നോളജും ഇമ്പോർട്ടൻ്റ് ആണ്. എംസാൻഡ് ഇറങ്ങിയ സമയത്ത് അന്ന് ആറ്റുമണലിൽ നിന്ന് മാറുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പകാലത്താണ്. അപ്പോൾ ആൾക്കാരിങ്ങനെ പറയുന്നത് കേൾക്കാം, അയ്യോ ഇനിയിപ്പോൾ കെട്ടിടങ്ങളുടെ ക്വാളിറ്റി ഇനി എന്താവും എന്നുള്ളത്. വാട്ടർ പ്രൂഫിംഗ് ഇപ്പോൾ ഒരു അവിഭാജ്യ ഘടകമായിട്ട് മാറിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കൺസ്ട്രക്ഷനാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ശരിക്കും വാട്ടർ പ്രൂഫിങ്ങിൻ്റെ ആവശ്യകത ഇല്ല. ട്രെൻഡ് വരുന്നു, ഒരു വർഷത്തേക്ക് നിൽക്കുന്നു, അത് ഹിറ്റാവുന്നു, അത് കഴിഞ്ഞ ശേഷം വീടുകളുടെ കേസിൽ ഇത് പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ആയിരിക്കും, അല്ല നമുക്ക് യോജിക്കാത്തതായിരിക്കും. ഇത്രയും ആർക്കിടെക്ട്സുകളും എന്താ പറയുക എഞ്ചിനീയേഴ്സും ഉള്ളൊരു സ്ഥലത്ത്, കേരളം പോലൊരു സ്ഥലത്ത് എന്തുകൊണ്ട് ഇത് റിപ്പീറ്റ് ചെയ്യുന്നു? താങ്കൾക്ക് എന്താ തോന്നുന്നു? കാണുന്ന ഭംഗി ചിലപ്പോൾ ആ പെരതാമസത്തിൻ്റെ അന്നോ അല്ലെങ്കിൽ മറ്റുള്ളവർ കാണുന്ന ഒരു ഇതുണ്ടാവുള്ളൂ. പക്ഷേ നമ്മൾ അതിൻ്റെ അകത്ത് ജീവിക്കുന്നത് ചിലപ്പോൾ 30 കൊല്ലം 40 കൊല്ലം ജീവിക്കാൻ നേരത്ത് നമുക്കൊരു കംഫർട്ടബിൾ ഫീലിംഗ് വേണം. നേരത്തെ ഈ ഡോക്ടേഴ്സിൻ്റെ കാര്യം പറയുന്ന പോലെ അവർ മരുന്ന് കൊടുക്കാൻ നേരത്ത് നേരത്തെ ആരും ഒന്നും ചോദിക്കാറുണ്ടായില്ല. ഇപ്പോൾ ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് തിരിച്ച് ചോദിക്കുന്ന പോലെ കുറച്ചും കൂടി ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിരിക്കണം. ഇൻഫോർമേഷൻ കൂടുതലുള്ള ആൾക്കാരാണ്, അതായത് ഈ ഇൻസ്റ്റഗ്രാമും നോളജബിൾ. അതെ ഇൻസ്റ്റഗ്രാമും ഇതൊക്കെ വന്നതിനെ ബേസ് ചെയ്തിട്ട് അവെയറാണ്. അവർ ഈ റീൽസ് കണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ കുറേ കാര്യം. അപ്പോൾ നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ കാര്യങ്ങൾ അങ്ങോട്ടേക്ക് പറഞ്ഞു കൊടുക്കണം. ഇപ്പം നമ്മളൊരു ചാലഞ്ചാണ് ആക്ച്വലി അവർ ഇങ്ങോട്ടേക്ക് പറഞ്ഞു തരുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് അവർ ഡയറക്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യകതയാണ് ഇപ്പോൾ ഉള്ളത്. ഹാഷിം കെ അബ്ദുൽ അസീസ്, ട്രയാങ്കിൾ ഡിസൈൻ ആൻഡ് ബിൽഡ് അതിൻ്റെ ഓണറാണ്. അപ്പോൾ താങ്കളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ഞാൻ ആക്ച്വലി CET-യിലാണ് പഠിച്ചത്. ബിടെക് സിവിൽ എഞ്ചിനീയറിങ് 2008-ലാണ് കഴിഞ്ഞത്. അതിനുശേഷം അങ്കമാലി ബസ് ടെർമിനൽ കോംപ്ലക്സിൻ്റെ അവിടെ ഒരു അസിസ്റ്റൻറ്റ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യണമായിരുന്നു, KTDFCയുടെ ഭാഗമായിട്ട്. അതിനുശേഷം പിന്നെ നമ്മൾ ട്രിവാൻഡ്രത്ത് ആയിരുന്നു ഹെഡ് ഓഫീസിൽ KSRTC സ്റ്റാൻഡിൻ്റെ വർക്കുകൾ, അതായത് ബസ് ടെർമിനൽ കോംപ്ലക്സ് അറ്റ് തമ്പാനൂർ, പിന്നെ തിരുവല്ല, കോഴിക്കോട്. ഇപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു പ്രൊജക്ട് മാനേജ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഹെഡ് ഓഫീസിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് CET എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിന് ശേഷം ആദ്യം കിട്ടിയ പ്രൊജക്റ്റുകളാണ് അല്ലേ? അതെ എഞ്ചിനീയറിംഗ് പ്രൊജക്ട്. അതെ. പിന്നെ അതിനുശേഷം നമ്മൾ ഗേറ്റ് എഴുതിയതിന് ശേഷം M.Tech ചെയ്തത് സെപ്റ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട് അഹമ്മദാബാദ്. സെപ്റ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ആർക്കിടെക്ചറൽ ഡിസൈൻ ലെവലിലുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നൊരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണ ബിടെക് എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയിരിക്കും, അവിടെ ആയിരിക്കും നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗ് M.Tech ഒക്കെ ചെയ്യാം. പക്ഷേ അവിടെ എന്ന് വെച്ചാൽ ബേസിക്കലി ഒരു ഹാബിറ്റാറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതായത് ആർക്കിടെക്ട്സ് ഉണ്ടാവും, പ്ലാനേഴ്സ് ഉണ്ടാവും, സിവിൽ എഞ്ചിനീയേഴ്സ് ഉണ്ടാവും. അവിടെ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ആ ഒരു ബ്രാഞ്ച് ഒന്നുമില്ല, ഇല്ല, ഇതിനു വേണ്ടി മാത്രമുള്ള. അതെ. അപ്പോൾ അത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ഫീൽഡിന് അവിടെ ഒരു എക്സ്പോഷർ നല്ല രീതിയിൽ കിട്ടി. അതായത് നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് മാറി അവിടെ ചെയ്യാനും താല്പര്യപ്പെട്ടത് അതുകൊണ്ടായിരുന്നു. ഒരു ഡിഫറെൻറ്റ് എക്സ്പോഷർ കിട്ടണം, അതേപോലെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ബേസിക്കലി ട്രയാങ്കിൾ ഡിസൈൻ ആൻഡ് ബിൽഡ് ചെയ്യുന്നത് സ്ട്രക്ചറൽ എഞ്ചിനീയറിങ്ങും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും ആണോ? അങ്ങനെയല്ല, അതായത് ഇപ്പോൾ ഈ ട്രയാങ്കിൾ ഡിസൈൻ ആൻഡ് ബിൽഡ് എന്നാണ് നമ്മുടെ ഫേം. അതായത് സാധാരണ ഒന്നുകിൽ കൺസൾട്ടൻസി മാത്രമായിരിക്കും, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ മാത്രമായിരിക്കും. അതായത് ഒരു വളരെ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ എനിക്കൊരു വീട് വെക്കണം, ഞാൻ താങ്കളെ അപ്രോച്ച് ചെയ്താൽ എന്താണ് എനിക്ക് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ട്രയാങ്കിളിന് ചെയ്യാൻ പറ്റുക? അതായത് നമ്മളിപ്പോൾ ഒരു വീട് വെക്കണം എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ആർക്കിടെക്ചറൽ പ്ലാനിങ്, അതായത് ഇപ്പോൾ ഫങ്ഷണൽ പ്ലാനിങ് ആണ് മെയിനായിട്ട് വരിക. ഇപ്പോൾ ആർക്കിടെക്ചറിനെ പറ്റി സാധാരണ ഒരു കോമൺ മാൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഭംഗി നോക്കുന്ന ആൾക്കാർ, ഭംഗി നോക്കണേക്കാൾ ഉപരി നമ്മൾ ഫങ്ഷണൽ പ്ലാനിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. അതായത് എന്താണ് ഈ ഫങ്ഷണൽ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് കുറച്ച് റിക്വയർമെൻറ്റ്സ് ഉണ്ടാവും. ഇപ്പോൾ ഇത്ര ബെഡ്റൂം വേണം, ഇത് വേണം. പക്ഷെ ആ ബെഡ്റൂം ഒരു നല്ലൊരു സ്പേസ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം. അതായത് ഇപ്പോൾ എല്ലാ വീടുകളിലും ബെഡ്റൂംസ് ഉണ്ടാവും, പക്ഷേ നമ്മൾ ചെയ്യുന്ന ഡിസൈൻ കുറച്ചും കൂടി ഒരു ഹ്യൂമനിസ്റ്റിക് ആയിട്ട് നമ്മൾ ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്ക് കുറച്ചും കൂടിയും ബെറ്റർ ഒരു എന്താ പറയുക, ഒരു കംഫർട്ട് ഫീൽ ചെയ്യുന്ന ഒരു സ്പേസ് ആക്കി നമ്മൾ ഇതാക്കണം. അപ്പോൾ അതിനാണ് ആക്ച്വലി ആർക്കിടെക്ട്സിൻ്റെ ആവശ്യകത വരിക. അതാണ് ആർക്കിടെക്ചറൽ പ്ലാൻ.
അപ്പോൾ ഇതിന് ശേഷം പിന്നെ നമ്മൾ സ്ട്രക്ചറൽ ഡിസൈനിലേക്ക് കിടക്കും. അതായത് ഒരു സിവിൽ എഞ്ചിനീയർ കോൺസെപ്റ്റിൽ വരുന്ന സംഭവമാണ്. നമ്മളൊരു ബിൽഡിംഗ് ആർക്കിടെക്ട്സ് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ അതിൻ്റെ എന്താ പറയുക ഉറപ്പുകൾ നോക്കുക, അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത് നോക്കുക, കാൽക്കുലേഷൻസ് എടുക്കുക. അതെ. അപ്പോൾ ഒരു ഇമാജിൻ ചെയ്ത സാധനം ഒരു റിയാലിറ്റിയിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണമെങ്കിൽ സിവിൽ എഞ്ചിനീയേഴ്സാണ് വേണ്ടത്. അപ്പോൾ ഇതാണ് ഈ ആർക്കിടെക്ചറും എഞ്ചിനീയറിംഗ് തമ്മിലുള്ള വ്യത്യാസം. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഓഫീസിൽ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അതായത് പ്ലാനിങ് ഉണ്ട്, പ്ലാനിങ്ങിൽ ആർക്കിടെക്ചറൽ പ്ലാനിങ് ഉണ്ട്, സ്ട്രക്ചറൽ പ്ലാനിങ് ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് കമ്പീറ്റൻ്റ് ആയുള്ള കൺസ്ട്രക്ഷൻ പ്രൊഫഷണൽസ് ഉണ്ട്. അപ്പോൾ ഇവരെ ബേസ് ചെയ്തിട്ട് നമ്മൾ കോൺട്രാക്റ്റിങ്ങും ചെയ്യും. ഒരു ഡിസൈൻ ആൻഡ് ബിൽഡ്, അതാണ് ട്രയാങ്കിൾ ഡിസൈൻ ആൻഡ് ബിൽഡ്. അതൊരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ആണ്. അതെ അതെ. അപ്പോൾ ഇപ്പോൾ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇപ്പോൾ ചില ക്ലയൻസ് നമ്മുടെ അടുത്ത് കൺസൾട്ടൻസിക്ക് വേണ്ടി മാത്രം വരും. അതായത് ആർക്കിടെക്ചർ പ്ലാനിങ് മാത്രം ചെയ്തു തരാൻ പറയും, നമ്മളത് അങ്ങനെ ചെയ്തു കൊടുക്കും. പിന്നെ ചില ആർക്കിടെക്ട്സ് നമ്മുടെ അടുത്ത് സ്ട്രക്ചറൽ ഡിസൈൻ ചെയ്യാൻ പറയും. ഞാൻ ബേസിക്കലി സ്ട്രക്ചറൽ എഞ്ചിനീയർ ആണല്ലോ, അപ്പോൾ അവരുടെ സ്ട്രക്ചറൽ ഡിസൈൻ ചെയ്തു കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ ചില ക്ലയൻസിന് എല്ലാം വൺ സ്റ്റോപ്പ് സൊല്യൂഷനായിട്ട് ഒരാളെ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും. ഒരു സാറിൻ്റെ ഒരു മിനിമം സൈസ് എങ്ങനെയാണ് വീടുകളുടെയൊക്കെയാണ്? എത്ര സ്ക്വയർ ഫീറ്റ് മുതലാണ്? മിനിമം സൈസ് എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ഒരു ചെറിയ വീട് വലിയ വീടൊന്നുമില്ല. എന്നാലും മിനിമം ഒരു 2500 സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിലേക്ക് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യും, എല്ലാ വീടുകളും ചെയ്യും. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു 10-17 വർഷമായിട്ട് താങ്കൾ ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. എന്താണ് ഇപ്പോൾ ആ ഒരു ട്രെൻഡ് ചേഞ്ചൊക്കെ ഇത്ര വർഷം കൊണ്ട് എന്തൊക്കെയാണ് മാറിയിരിക്കുന്നത് കേരളത്തിലെ ഒരവസ്ഥയിൽ വീട് പണിയുടെ? അതെ, ട്രെൻഡ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ക്ലയൻസ് കുറച്ചും കൂടിയും ഇൻഫോർമേഷൻ കൂടുതലുള്ള ആൾക്കാരാണ്. അതായത് ഈ ഇൻസ്റ്റഗ്രാമും നോളജബിൾ. അതെ അതെ, ഇൻസ്റ്റഗ്രാമും ഇതൊക്കെ വന്നതിനെ ബേസ് ചെയ്തിട്ട് അവെയറാണ്. അവർ ഈ റീൽസ് കണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ കുറേ കാര്യം. അപ്പോൾ നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ കാര്യങ്ങൾ അങ്ങോട്ടേക്ക് പറഞ്ഞു കൊടുക്കണം. ഇപ്പം നമ്മളൊരു ചാലഞ്ചാണ് ആക്ച്വലി അവർ ഇങ്ങോട്ടേക്ക് പറഞ്ഞു തരുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് അവർ ഡയറക്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യകതയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതൊരു ചാലഞ്ചായിട്ട് തന്നെ നമ്മൾ പറയും. നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞാലും അവരത് എടുക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്വസ്റ്റ്യനബിളാണ്. അപ്പോൾ നേരത്തെ ഈ ഡോക്ടേഴ്സിൻ്റെ കാര്യം പറയുന്ന പോലെ അവർ മരുന്ന് കൊടുക്കാൻ നേരത്തെ ആരും ഒന്നും ചോദിക്കാറുണ്ടായില്ല. ഇപ്പോൾ ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് തിരിച്ച് ചോദിക്കുന്ന പോലെ കുറച്ചും കൂടി ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിരിക്കണം. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ക്ലയൻസ് ആണെങ്കിലും അവരെ അവെയറാണ്, കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീനെ പറ്റിയിട്ട് അവെയറാണ്. മറ്റുള്ള കാര്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഇവർ അതും കാണുന്നുണ്ട്. അപ്പോൾ അതാണ് ഒരു ചാലഞ്ചായിട്ട് തോന്നിയത്. പിന്നെ എനിക്ക് തോന്നിയത് ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു ബിൽഡിങ് പണിയാൻ നേരത്തെ ഒരു കണ്ടംപററി സ്റ്റൈല് കുറച്ച് നാൾ, പഗോഡ സ്റ്റൈലൊക്കെ 10 വർഷം മുമ്പ്. അതെ അതെ, കണ്ടംപററി സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു യൂറോപ്യൻ ആ ലെവലിൽ കണ്ടിട്ട് നമ്മുടെ ഇവിടെയും ആ വീട് വേണം എന്നുള്ള ഒരു ചിന്താഗതിയിലുള്ള ഒരു ഡിസൈനൊക്കെയാണ് ആദ്യം വന്നിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി നമ്മുടെ കേരളത്തിനൊരു പ്രത്യേക ക്ലൈമറ്റ് ഉണ്ട്. ആ ക്ലൈമറ്റിനനുസരിച്ചുള്ള ഡിസൈനാണ് വേണ്ടത്. ഒരു ട്രോപ്പിക്കൽ ലെവലിലുള്ള സ്ലോപ്ഡ് റൂഫ് അങ്ങനെയുള്ള ഡിസൈനിലേക്ക് തിരിച്ച് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, ഇത് നടന്നുകൊണ്ടിരിക്കുന്നൊരു പ്രതിഭാസമാണ്. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, ഒരു 25 വർഷം മുമ്പ് 4 കെട്ടുകൾ സ്റ്റൈലിലുള്ള വീട്, ഉള്ളിൽ എന്താ പറയുക, കോട്ടയാട് എന്ന് പറയുന്ന ഒരു സംഭവം, അത് വേണമെന്ന് പറഞ്ഞ് എല്ലാവർക്കും നിർബന്ധമായിരുന്നു. അത് കഴിഞ്ഞ് മഴ വരുമ്പോഴത്തേന് തളത്തിൽ മൊത്തം വെള്ളം കെട്ടി നിൽക്കുന്നൊരവസ്ഥ. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കസ്റ്റമേഴ്സിന് പ്രോപ്പറായ ഒരു അവെയർനെസ് ഈ കാര്യത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ്. ഈ ഒരു ട്രെൻഡ് വരുന്നു, ഒരു വർഷത്തേക്ക് നിൽക്കുന്നു, അത് ഹിറ്റാവുന്നു, അത് കഴിഞ്ഞ ശേഷം വീടുകളുടെ കേസിൽ ഇത് പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ആയിരിക്കും, അല്ല നമുക്ക് യോജിക്കാത്തതായിരിക്കും. ഇത്രയും ആർക്കിടെക്ട്സുകളും എന്താ പറയുക എഞ്ചിനീയേഴ്സും ഉള്ളൊരു സ്ഥലത്ത്, കേരളം പോലൊരു സ്ഥലത്ത് എന്തുകൊണ്ട് ഇത് റിപ്പീറ്റ് ചെയ്യുന്നു? താങ്കൾക്ക് എന്താ തോന്നി? അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു കോണ്ടെക്സ്റ്റ് നോക്കിയിട്ടാണ് ഒരു ഡിസൈൻ ചെയ്യേണ്ടത്. അതല്ലാതെ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മാതിരി പല വീടുകൾ, ഇപ്പോൾ ചില ക്ലയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ NRI ക്ലയൻസ് ആയിരിക്കും. അപ്പോൾ അവർ അവിടെ കാണുന്ന ഡിസൈൻ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ അങ്ങനെ നോക്കാതെ നമ്മൾ ആ വീടിന് അനുയോജ്യമായ, ഈവൻ നമ്മുടെ കേരളത്തിലാണെങ്കിൽ പോലും ഇപ്പോൾ കുറച്ച് ഇതായിട്ടുള്ള സ്ഥലങ്ങളുണ്ടാവും, അതായത് വരണ്ട സ്ഥലങ്ങളുണ്ടാവും, അതേപോലെ കൂടുതൽ മഴ കിട്ടുന്ന സ്ഥലം ഉണ്ടാവും. അപ്പോൾ എല്ലാത്തിലും ഡിഫറൻസ് ഉണ്ടാവും. അതേപോലെ അതിന് ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ഒരു വീട് നമ്മൾ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ആ സൈറ്റിൽ ചിലപ്പോൾ പുഴയുണ്ടാവും. അപ്പോൾ ആ പുഴേനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്താ പറയുക, ടെക്നിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതായത് ചിലപ്പോൾ കുറച്ച് പൊക്കി ചെയ്യേണ്ടി വരും. അതായത് ഇപ്പോൾ നമുക്കറിയാലോ 2018 ഫ്ലഡ് ഉണ്ടായിരുന്നു.
അതിന് അപ്പോൾ ബേസിക്കലി ഇപ്പോൾ ആലപ്പുഴ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വെള്ളം കെട്ടും. ഇപ്പോൾ ഈ ചെറിയ മഴയിൽ പോലും വെള്ളം കെട്ടുന്ന അവസ്ഥയാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ഡിസൈൻ ആയിരിക്കണം. എന്നാൽ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ സഫലീകരിക്കുകയും വേണം. അതായത് ആഗ്രഹങ്ങളെ വെടിഞ്ഞിട്ടുള്ള ഒരു ഡിസൈൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഡിസൈനർ എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ള പോയിൻറ്റ്സാണ് നമ്മുടെ ഒരു ഇമാജിനേഷൻ കുറച്ചും കൂടി ക്രിയേറ്റീവ് ആക്കുന്നത്. അതായത് നമുക്ക് ഓരോ വീടും വ്യത്യസ്തമാണ്. ഓരോ ക്ലയൻറ്റിനെ ബേസ് ചെയ്തിട്ട്, അയാളുടെ ആഗ്രഹങ്ങളെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റിനെ ബേസ് ചെയ്ത് മാറ്റങ്ങൾ വരും. അതായത് ഈ ഒരു ജനറൽ ട്രെൻഡ് ഒരിക്കലും ആപ്ലിക്കബിൾ അല്ലെന്നാണ് താങ്കൾ പറയുന്നത്. നമ്മൾ എപ്പോഴെങ്കിലും കോപ്പി അടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഈ പ്രോബ്ലംസ് വരിക. അതായത് ഞാൻ വേറൊരാളുടെ വീട് കണ്ട് അതുപോലെ തന്നെ എൻ്റെ വീടും ആവണം എന്നുള്ള, ചിലപ്പോൾ വിദേശത്തുള്ളൊരു ആളുടെ വീടാണ്, അതെ, അത് നമ്മൾ കണ്ട് കോപ്പി സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഗൾഫിലുള്ള കുറേ ക്ലയൻസ്, നമ്മുടെ NRI ക്ലയൻസ് ഉണ്ട്. കൂടുതലും നമ്മുടെ NRI ക്ലയൻസ് ആണ് വരുന്നത്. അപ്പോൾ അവർ ചിലപ്പോൾ ആ ഗൾഫിലുള്ള ഒരു സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഡിസൈൻ തരും. അപ്പോൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കും. മാക്സിമം അതിലോട്ട് നമ്മുടെ ക്ലയൻസ് എത്താറുണ്ട്. ആ ലെവലിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ നമ്മൾ കൺസ്ട്രക്ഷൻ ബിഗിൻ ചെയ്യുമ്പോൾ എല്ലാവരുടെയും ഒരു ടെൻഷനാണ് അതിലേക്ക് ആ ഭൂമിയിലേക്ക് കടക്കുമ്പോൾ ഒരു ടെൻഷനാണ്, ഇതിന് മണ്ണിന് ഉറപ്പുണ്ടോ, ഫൗണ്ടേഷൻ സ്ട്രോങ് ആവുമോ. അപ്പോൾ അതിനെങ്ങനെയാണ് നമ്മൾ ശാസ്ത്രീയമായിട്ട് അത് പരിശോധിക്കുന്നത്, അതിനെന്തൊക്കെ ടെസ്റ്റുകളാണുള്ളത്? അതെ, ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരുടെ അടുത്തും സ്ഥലം പോലുമില്ല. അപ്പോൾ സ്ഥലം മേടിക്കുമ്പോൾ തന്നെ ശരിക്കും ഇതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു സ്ഥലം മേടിക്കാൻ നേരത്ത് ഇപ്പോൾ ആധാരം കറക്റ്റാണോ, ബാക്കി അതിൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സ് നമ്മൾ വെരിഫൈ ചെയ്തിട്ടാണ് ഒരാൾ, ബാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ, അതെ, ഇതെല്ലാം ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ശരിക്കും ആ മണ്ണിൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം അയാൾ അവിടെ ഒരു വീട് പണിയാനോ ഒരു കെട്ടിടം പണിയാനോ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മണ്ണിലോട്ട് എത്ര പൈസ മുടക്കണം നമ്മളൊരു ചിന്ത വേണം. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സോയിൽ ടെസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം. അതായത് മണ്ണിൻ്റെ പരിശോധന ഉണ്ട്. നമ്മൾ ഫീൽഡ് ടെസ്റ്റ് ചെയ്യും. അതിനെ ബേസ് ചെയ്തിട്ട് മണ്ണ് നമ്മൾ എടുത്തിട്ട് ലാബോറട്ടറി ടെസ്റ്റ് ചെയ്യും. അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ജിയോ ടെക്നിക്കൽ കൺസൾട്ടൻറ്റ് റെക്കമെൻഡേഷൻ തരും. അപ്പോൾ ഇന്ന ഫൂട്ടിംഗ് ആണ്, അല്ലെങ്കിൽ പൈൽ ഫൗണ്ടേഷൻ വേണം. ചില ചെറിയ വീടുകൾക്ക് പോലും, ഒറ്റ നില വീടുകൾക്ക് പോലും പൈൽ ഫൗണ്ടേഷൻ വരുന്ന അവസ്ഥയുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെ ആയിരിക്കും അയാൾ ആ സ്ഥലം മേടിക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ആർക്കിടെക്റ്റ് മാത്രമാവുന്ന ഒരു അവസ്ഥയിൽ ചിലപ്പോൾ അയാൾ അതിനെ പറ്റിയിട്ട് ചിന്തിക്കില്ല. കാരണം അയാൾ നേരെ ഫങ്ഷണൽ ഡിസൈനിലേക്കാണ്, അല്ലെങ്കിൽ ആർക്കിടെക്ചറൽ ഡിസൈനിലോട്ടായിരിക്കും പോവുക. ഇതിന് ശേഷം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറിന് അടുത്ത് കൊണ്ടുവന്ന് കൊടുക്കുമ്പോഴാണ് ഈ കാര്യങ്ങളിലോട്ടൊക്കെ വരിക. അപ്പോൾ ഞാൻ ബീയിങ് ആൻ എഞ്ചിനീയർ, സ്ട്രക്ചറൽ എഞ്ചിനീയർ, ഞാൻ ആ ഒരു കാര്യം ആദ്യമേ നോക്കും. പക്ഷേ നമ്മൾ ആർക്കിടെക്ചറൽ ഡിസൈനിൻ്റെ ക്രിയേറ്റിവിറ്റിയിൽ കുറവ് വരുത്താറില്ല. ബിക്കോസ് നമ്മുടെ ഓഫീസിൽ ആർക്കിടെക്ട്സും ഉണ്ട്, നമ്മുടേതായ എക്സ്പീരിയൻസ് ഉണ്ട്. അതും ഇമ്പോർട്ടൻ്റ്. ഇപ്പം എനിക്ക് ആർക്കിടെക്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ പോലും നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പിന്നെ ആർക്കിടെക്ചർ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു സാറും കൂടിയാണ്. ഇപ്പോൾ അതായത് 2016 മുതൽ KMA ആർക്കിടെക്ചർ കോളേജിൽ ഫുൾ ടൈം ഫാക്കൽറ്റി ആയിരുന്നു. അതിനുശേഷം 2021 ശേഷം കൊറോണയൊക്കെ വന്നതിന് ശേഷം പിന്നെ ഈ ഓൺലൈൻ ക്ലാസ്സൊക്കെ ആയപ്പോൾ നമ്മൾ വിസിറ്റിംഗ് ഫാക്കൽറ്റി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ എനിക്ക് ആർക്കിടെക്ട്സിനെ പ്രോപ്പറായിട്ട് അറിയാം, ആർക്കിടെക്ട്സ് സ്റ്റുഡൻസിനെ അറിയാം, അവരുടെ ഒരു ടീച്ചിങ് മെത്തഡോളജി അറിയാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആർക്കിടെക്ചർ അവരുടെ കൂടെ പഠിച്ചെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അതേപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്നതെല്ലാം നമ്മുടെ ആർക്കിടെക്ട്സിനെ വെച്ചിട്ട് തന്നെ, അതായത് ആർക്കിടെക്ചറൽ ബാക്ക്ഗ്രൗണ്ടുള്ള സ്റ്റാഫാണ് നമ്മുടെ ഓഫീസിലുള്ളത്. അപ്പോൾ ഇത് പറഞ്ഞു വന്നതപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ സോയിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞ കാര്യം. അതെ അതെ, ഈ സോയിൽ ടെസ്റ്റ് ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർക്കാണ് അതിൻ്റെ യഥാർത്ഥത്തിൽ അത് ഏത് ടൈപ്പ് ഫൗണ്ടേഷനാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ആർക്കിടെക്റ്റിൻ്റെ അടുക്ക് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിസൈനേഴ്സിൻ്റെ അടുക്ക് പോവുകയാണെങ്കിൽ അവർ ഈ ഒരു മേഖലയിലേക്ക് അത്ര ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നില്ല. അതായത് അവർ ആ ഒരു ഇമാജിനേഷൻ ലെവലിൽ ആദ്യം ചിന്തിക്കും, അതിനുശേഷമാണ് അത് കഴിഞ്ഞിട്ടാണ് ഒരു റിയാലിറ്റിയിലോട്ട് വരുന്ന അവസ്ഥ പിന്നീട് മനസ്സിലാക്കുന്നത്. പക്ഷേ ഒരു ക്ലയൻറ്റിനെ സംബന്ധിച്ച് അയാൾക്ക് എന്താ പറയുക, ഒരു ഈ കോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അയാളുടെ കോസ്റ്റ് എത്ര പൈസ, ഒരു ബഡ്ജറ്റ് വേണം. അല്ലാതെ ചുമ്മാ നമ്മൾ ഒരു വീട് ഒരു 3D കണ്ടിട്ട് അതേപോലെ തന്നെ വെക്കണം എന്നല്ല, നമുക്കൊരു ബഡ്ജറ്റ് ക്ലിയർ ചെയ്യണം. ഇത്ര നാളത്തെ ജീവിതാധ്വാനവും സ്വപ്നവും ഒക്കെ ആയിരുന്നു. അതെ, അതായത് ആകെ ചിലപ്പോൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യമായിരിക്കും പണിയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് രണ്ട് NRI ക്ലയൻസിൻ്റെ വർക്ക് ചെയ്തായിരുന്നു. ഒരെണ്ണം ആലപ്പുഴയിൽ കംപ്ലീറ്റ് ചെയ്തു, ഒരെണ്ണം
ചങ്ങനാശ്ശേരിയിൽ പുതിയതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഓൾമോസ്റ്റ് ഒരു 60+ ഇയേഴ്സ് ഏജുള്ള ആൾക്കാരാണ്. അവർക്ക് മക്കളുണ്ട്, പക്ഷേ ഇവരുടെ ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ അവർ തിരിച്ച് ഗൾഫിൽ നിന്ന് തിരിച്ചു വരാൻ നേരത്ത് അവർക്ക് താമസിക്കാനുള്ള ഒരു സ്ഥലമായിട്ടാണ്. അപ്പോൾ അവർക്ക് അത്രയും നാൾ അവർ സമ്പാദിച്ച ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീടാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ആലപ്പുഴയിൽ ചെയ്ത് നമ്മളൊരു 5000 സ്ക്വയർ ഫീറ്റുള്ള വീടായിരുന്നു. ചങ്ങനാശ്ശേരിയിൽ ഓൾമോസ്റ്റ് ആ ഒരു റേഞ്ചിലാണ്. അപ്പോൾ അവരുടെ കുട്ടികൾ കാനഡ അല്ലെങ്കിൽ പുറത്തുള്ള സ്ഥലങ്ങളിലായിരിക്കും. പക്ഷെ അവർക്ക് സമാധാനപരമായിട്ടൊരു വാർദ്ധക്യകാലം ചിലവാക്കാനുള്ളൊരു സ്ഥലമായിട്ടാണ് അവർ ഇതാക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് കോസ്റ്റും ഇമ്പോർട്ടൻ്റ് ആണ്, അതേപോലെ തന്നെ ഡിസൈനും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ അതിനെ പറ്റിയിട്ടുള്ള അറിവ് നമുക്ക് വേണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന എമൗണ്ടിനേക്കാളും കൂടുതൽ വരും. ഇപ്പോൾ ഒരു വീട് പണിയെ സംബന്ധിച്ച് ശരിക്കും നമ്മൾ നോക്കുമ്പോൾ ഫങ്ഷണൽ ഡിസൈൻ ഇമ്പോർട്ടൻ്റ് ആണ്, കാണാനുള്ള ഭംഗി വേണം, അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കൊരു ബഡ്ജറ്റ് കീപ്പ് ചെയ്യണം. ആ ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളത് നിർത്താൻ വേണ്ടി ശ്രമിക്കണം. അല്ലാന്നുണ്ടെങ്കിലും ചിലപ്പോൾ ആ വീട് പണി തന്നെ ചിലപ്പോൾ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ ഒരു സംശയമാണ്, ഏത് കോൺട്രാക്ടറെ നമ്മൾ സമീപിക്കണം? കോൺട്രാക്ടേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. അതിൽ എനിക്കറിയാവുന്ന ഒത്തിരി ആൾക്കാർ അവർ ടെക്നിക്കലി ആയിട്ട് കോമ്പറ്റൻ്റ് അല്ല, പക്ഷേ ധാരാളം എക്സ്പീരിയൻസിലൂടെ അവർക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് നല്ല അറിവും പരിചയമുള്ള ആൾക്കാരുണ്ട്. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ധാരാളം കോൺട്രാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോഴത്തെ കാലത്തിൽ എല്ലാവർക്കും ഫുൾ ടൈം വീട് പണി നോക്കിക്കൊണ്ട് നിൽക്കുക, അതല്ലെങ്കിൽ യൂഷ്വലി പണ്ട് ചെയ്തുകൊണ്ടിരുന്ന അവരുടെ പേരൻസ് സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ല പലരും. അപ്പോൾ അത് എങ്ങനെയാണ്, ഏത് ടൈപ്പ് കോൺട്രാക്ടേഴ്സിനെയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്? അതിൻ്റെ ഒരു കാര്യം ഒന്ന് അഡ്വൈസ് ചെയ്യാം. അതായത് നമ്മൾ എന്ത് തൊഴിൽ ചെയ്യാൻ നേരത്തും എക്സ്പീരിയൻസ് ഒരു നല്ലൊരു ഫാക്ടറാണ്. എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നമ്മൾ എത്ര നോളജ്, അതെ എത്ര നോളജ് ഉണ്ടെന്നുള്ളവർ, ഇപ്പോൾ ഒരു ചിലപ്പോൾ ഒരു PhD എടുത്ത ഒരു എഞ്ചിനീയർ ആയിരിക്കും, പക്ഷേ അയാൾക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ അതിൽ അർത്ഥമില്ല. എന്നാൽ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഒരു ടെക്നിക്കലായിട്ടുള്ള നോളജ് ഉള്ള ആളും കൂടി വേണം എന്നുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കോൺട്രാക്ടർ എന്നുള്ള ആൾ ചിലപ്പോൾ അയാളുടെ ഒരു മൂത്ത അതിന് മുന്നേ അയാൾ പഠിപ്പിച്ച ആളുണ്ടാവും, അതായത് ഒരു മേസ്ത്രി ലെവലിൽ പഠിപ്പിച്ച ആളുണ്ടാവും. അപ്പോൾ അയാൾ പഠിപ്പിച്ച കാര്യങ്ങൾ ചിലപ്പോൾ ടെക്നിക്കലായിട്ടുള്ള നോളജ് പുള്ളിക്ക് കറക്റ്റായിട്ട് പകർന്നു കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതേ ആ ഒരു കറക്റ്റ്നെസ് ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ തുടർന്ന് പോകുന്നത്. എല്ലാവരും അങ്ങനെ ആണെന്നല്ല പറഞ്ഞത്, ചില ആൾക്കാരിലുള്ള പ്രശ്നമാണ് പറഞ്ഞത്. അപ്പം നമ്മളിപ്പോൾ ഒരു കോൺട്രാക്ടറിനെ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടും കൂടി ഉള്ള ആളാണെങ്കിൽ കുറച്ചും കൂടി ബെറ്ററാണ്. എക്സ്പീരിയൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സ്പീരിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് BTech കഴിഞ്ഞ ഒരു പയ്യൻ, ആൾക്ക് എഡ്യൂക്കേഷൻ ഉണ്ട്, പക്ഷേ ആൾക്ക് എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ അയാളെ നമ്മൾ ഒരു കോൺട്രാക്ടിങ് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ലതാവണമെന്നില്ല. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ഒരു മേ ബി ഒരു 15 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷേ അയാൾ ചെയ്തു വരുന്ന കാര്യങ്ങൾ ചിലപ്പോൾ തെറ്റുകൾ ഉണ്ടാവുമായിരിക്കും, അത് തിരുത്തി കൊടുത്തിട്ടുണ്ടാവില്ലായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ടെക്നിക്കൽ നോളജ് ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു കോൺട്രാക്ടറിനെ സെലക്ട് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പീരിയൻസും ഇമ്പോർട്ടൻ്റ് ആണ്, അതേപോലെ തന്നെ ടെക്നിക്കൽ നോളജും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് രണ്ടും ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ എത്ര പ്രൊജക്റ്റുകൾ ഇതിനോടകം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്? ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 50+ പ്രോജക്ട്സ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് റെസിഡൻഷ്യലായിട്ടും കമേഴ്ഷ്യൽ പ്രോജക്റ്റായിട്ടും. പിന്നെ അതേപോലെ ഇപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഇൻഡസ്ട്രിയൽ പ്രോജക്ട്സും കൂടെ വരുന്നുണ്ട്. ഇപ്പോൾ കഞ്ഞിക്കോട് ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഇൻഡസ്ട്രിയൽ പ്രൊജക്ട്സ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പ്രൊജക്ട്സ്, ഇതും റെസിഡൻഷ്യലുമായിട്ട് എന്തൊക്കെയാണ് ഒരു മേജർ വ്യത്യാസം? അതർ ആ ഡിസൈനും ബിൽഡും അല്ലാതെ അതിനകത്ത് ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്? അതെ, ഇത് ശരിക്കും പറഞ്ഞാൽ രണ്ടും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു മേഖലകളാണെന്ന് വേണമെങ്കിൽ പറയാം. കോൺട്രാക്റ്റിംഗ് തന്നെയാണ്, പക്ഷേ റെസിഡൻഷ്യൽ സ്കെയിലിൽ നമ്മൾ ഒരു ക്ലയൻറ്റിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയും കമേഴ്ഷ്യലിൽ അപ്രോച്ച് ചെയ്യുന്ന രീതിയും രണ്ടും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ രണ്ടും ചെയ്യുന്ന ആൾക്കാരാണ്. റെസിഡൻഷ്യൽ ലെവലിൽ കുറച്ചും കൂടി ഡീറ്റെയിലിൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടി വരും. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു കിച്ചൺ ഡീറ്റെയിൽ തന്നെ ഭയങ്കരമായിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടി വരും. അതായത് ഇപ്പോൾ ഒരു കുടുംബിനിയുടെ ഒരു എന്താ പറയുക ഒരു ഏരിയയാണത്. അതായത് ബാക്കിയുള്ളതെല്ലാം ചിലപ്പോൾ മറ്റുള്ള ആൾക്കാരാണ് പറയുമെങ്കിൽ ആ കുടുംബത്തിലുള്ള കുടുംബിനിയുടെ ഒരു ഏരിയയാണ് അവർ അങ്ങനെ തന്നെ വിട്ടുകൊടുക്കും. അപ്പോൾ നമ്മൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളത് പണിത് കൊടുക്കേണ്ടി വരും. ഓരോ ഡീറ്റെയിലിലും ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ കമേഴ്ഷ്യൽ പ്രോജക്റ്റ് വരുമ്പോൾ അവരെ സംബന്ധിച്ച് ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് അവിടെ ചെയ്യുന്നത്.
അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക, അത് പ്രോപ്പർ ക്വാളിറ്റിയിൽ ചെയ്യുക, മാക്സിമം ഈട് നിൽക്കുന്ന ക്വാളിറ്റിയിൽ ആയിരിക്കണം ചെയ്യുന്നത്. അതേപോലെ തന്നെ എത്രയും പെട്ടെന്ന് ചെയ്യുക. മറ്റേതിൽ ചിലപ്പോൾ നമുക്ക് കുറച്ചും കൂടി സമയം എടുത്താലും കുഴപ്പമുണ്ടാവില്ല, പക്ഷേ ഡീറ്റെയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പോൾ രണ്ടും ഡിഫറെൻറ്റ് അപ്രോച്ചാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ റെസിഡൻഷ്യൽ സ്കെയിലിൽ ചെയ്യാൻ നേരത്ത് ശരിക്കും കുറച്ച് സമയം കൂടുതൽ എടുക്കാറുണ്ട്. കമേഴ്ഷ്യൽ പ്രോജക്റ്റ് കുറച്ചും കൂടിയും എളുപ്പത്തിൽ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. കാരണം സ്ട്രക്ചറാണ് ഇമ്പോർട്ടൻ്റ് അതിൽ. അതായത് അതിൽ ആർക്കിടെക്ചറിൽ ഭയങ്കരമായിട്ടുള്ള അല്ലെങ്കിൽ ആർക്കിടെക്ചറൽ ഡീറ്റെയിലിൻ്റെ ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കടമുറി, ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുന്നത് കടമുറി ഒരു കമേഴ്ഷ്യൽ പ്രോജക്റ്റാണ്. അതിൽ 4 കോളംസും ബീംസും സ്ലാബും അടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം പിന്നെ ഒരു ഷട്ടറും എടുത്തു കഴിഞ്ഞാൽ ഓക്കെയാണ്. പക്ഷേ അതേപോലെ തന്നെ കമേഴ്ഷ്യൽ പ്രോജക്ട്സിൽ കുറച്ചും കൂടി ആർക്കിടെക്ചറൽ ഡീറ്റെയിൽ ഉള്ള പ്രോജക്ട്സുകളും ഇപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ ഈ ഒരു സ്ട്രക്ചർ കഴിഞ്ഞതിന് ശേഷം, സിവിൽ വർക്ക് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ ഫസാഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴായിരിക്കും ആർക്കിടെക്ചർ ലെവലിലേക്ക് വരാം. പക്ഷേ ഒരു വീടിനെ സംബന്ധിച്ച് അങ്ങനെയല്ല, ഓരോ മുക്കും മൂലയും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു വാഷ് ബേസിൻ നമ്മൾ പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്യുക, അത് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക. അതേപോലെ ഒരു ടോയ്ലറ്റിൻ്റെ ഡിസൈൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എപ്പോഴും ടോയ്ലറ്റ് നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് അല്ലാത്ത സംഭവമായിട്ട് കൺസിഡർ ചെയ്താലും നമുക്ക് കുറേ ചാലഞ്ചിങ് ആയിട്ട് വരുന്നത് ചിലപ്പോൾ ടോയ്ലറ്റ് ആയിരിക്കും. അതായത് അതിൻ്റെ വാഷ് ബേസിൻ എവിടെ വയ്ക്കും, ക്ലോസറ്റ് എവിടെ വയ്ക്കും, വെറ്റ് ഏരിയ എങ്ങനെ ചെയ്യണം. അപ്പോൾ അതെല്ലാം അതാണ് ഈ റെസിഡൻഷ്യലും കമേഴ്ഷ്യലും തമ്മിലുള്ളൊരു മേജർ വ്യത്യാസം. ഈ വീടുകളുടെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഒരാളുടെ സ്വപ്നവും അതുപോലെ ആയുഷ്കാല സമ്പാദ്യമായിരിക്കും അതിനകത്ത് ചിലവഴിക്കുന്നത്. ഒരായുസിലേക്കായിരിക്കും അയാളത് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരു 35 വർഷം തൊട്ട് 50 വർഷം വരെ അത് പോകാം. പക്ഷേ ഇതിൻ്റെ ഇടയിൽ പലപ്പോഴും ഇപ്പോഴത്തെ ചില കൺസ്ട്രക്ഷനുകളിൽ പൊട്ടലുകൾ വരിക, അതുപോലെ ചോർച്ച വരിക, ഇങ്ങനെയുള്ള പല ചലഞ്ചസ്, അതായത് ക്വാളിറ്റി ഇല്ലാത്തൊരവസ്ഥ, അത് എങ്ങനെയൊക്കെയാണ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുക? അത് എന്തൊക്കെ രീതിയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെ വരാതിരിക്കുന്നതിനായിട്ട്? ഇപ്പോൾ നമ്മൾ ഇതിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കേരളത്തിൻ്റെ സിനാരിയോ വെച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ ബേസിക്കലി അതെ കേരളത്തിൻ്റെ സിനാരിയോ വെച്ചിട്ട് പറയുമ്പോൾ ഒന്ന് ക്ലൈമറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. കാരണം കൂടുതലും മഴയുള്ള സമയമാണ്. അപ്പോൾ ഈ മഴ നമ്മൾ പ്ലാനിങ് ലെവലിൽ തന്നെ അത് പ്രോപ്പറായിരിക്കണം. അതായത് ഇപ്പോൾ ഒരു ഫൗണ്ടേഷൻ ചെയ്യാൻ നേരത്ത് മാക്സിമം നമ്മൾ ഈ മഴക്കാലം ഒന്ന് ഒഴിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റ് ഒരു 1 ഇയർ പ്രൊജക്റ്റ് ആണെങ്കിൽ നമ്മൾ ബിഗിനിങ് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് മണ്ണിൻ്റെ താഴെ പോകുന്ന കൺസ്ട്രക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്ലാനിങ് ലെവലിൽ നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് പോകണം. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ചെയ്യുന്ന മെറ്റീരിയൽസ്, ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽസ്. അപ്പോൾ അതിൽ ഒരു ചാലഞ്ച് ഇപ്പോൾ ഏറ്റെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സാൻഡാണ് ഇപ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് കോൺക്രീറ്റിൽ. പണ്ട് കാലത്ത് നമുക്ക് റിവർ സാൻഡ് അവൈലബിൾ ആയിരുന്നു, ആറ്റുമണൽ. അതെ. അപ്പോൾ നമുക്കിപ്പോൾ വേറെ ഓപ്ഷനില്ല, സാൻഡ് തന്നെ യൂസ് ചെയ്യലാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പം നമ്മൾ ആ ഒരു ഉള്ള മെറ്റീരിയൽ വെച്ചിട്ട് എങ്ങനെ നന്നായിട്ട് ചെയ്യാം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പം ഇതിൽ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു കോൺട്രാക്ടേഴ്സ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 1-4 മിക്സാണ്. അതായത് M15 കോൺക്രീറ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്ട്രക്ചറിൽ ചെയ്യുന്ന കാരണം ചിലപ്പോൾ ചില കോൺട്രാക്ടേഴ്സ് നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മളത് സമ്മതിക്കാറില്ല. അതായത് മിനിമം ഒരു M20 എങ്കിലും ചെയ്യണം. അപ്പോൾ ഈ കോൺക്രീറ്റിൻ്റെ മിക്സിനനുസരിച്ചിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റെയിൻഫോഴ്സ്മെൻറ്റിന് കൂടുതൽ ഇത് കൊടുക്കാൻ പറ്റും. റസ്റ്റിംഗ് ഇല്ലാതെ അല്ലെങ്കിൽ പ്രശ്നമില്ലാതെ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ നിന്ന് മുതൽ നമുക്ക് തുടങ്ങണം. പിന്നെ അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ വാട്ടർ പ്രൂഫിങ് ഇപ്പോൾ ഒരു അവിഭാജ്യ ഘടകമായിട്ട് മാറിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കൺസ്ട്രക്ഷനാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ശരിക്കും വാട്ടർ പ്രൂഫിങ്ങിൻ്റെ ആവശ്യകത ഇല്ല. പക്ഷേ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഒന്ന് നമ്മുടെ ക്ലൈമറ്റ് അങ്ങനെയുള്ള ക്ലൈമറ്റാണ്. അതേപോലെ നമ്മുടെ വർക്കേഴ്സ് ഇപ്പോൾ ഇതെല്ലാം നമ്മളൊരു ലിമിറ്റേഷനായിട്ട് നമ്മൾ കരുതണം. അതായത് നേരത്തെ മലയാളി വർക്കേഴ്സ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഹിന്ദി വർക്കേഴ്സാണുള്ളത്. അവർ നല്ല രീതിയിൽ ചെയ്യും, പക്ഷേ എന്നാലും കുറച്ച് വർക്കബിലിറ്റി ഇഷ്യൂ ഒക്കെ വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇതും കൂടി മനസ്സിലാക്കി അതിൻ്റേതായ രീതിയിലുള്ള കൺസ്ട്രക്ഷൻ ടെക്നിക്സാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് പ്ലിന്ത് വരാൻ നേരത്ത് നമ്മൾ ഒരു വാട്ടർ പ്രൂഫിങ് ബിറ്റുമിൻ ലെയർ നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ചില ചെറിയൊരു ഡീറ്റെയിലായിരിക്കും പ്രശ്നം വരിക. അതായത് ഒരു ഭിത്തി കൂടെ ഈ കാപ്പിലറി ആക്ഷൻ വഴിയാണ് നമുക്ക് വാട്ടർ പെർക്കുലേറ്റ് ചെയ്യുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ പുതിയ വീടുകൾ പോലും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ചെറിയ പെയിൻറ്റുകൾ പെട്ടെന്ന് പോകുന്ന രീതി. അതെ. അപ്പോൾ ഇതെല്ലാം ശരിക്കും പറയും താഴെ നിന്നുള്ള വെള്ളം കാപ്പിലറി ആക്ഷൻ വഴി ഭിത്തി കൂടെ പോകുന്നൊരവസ്ഥയാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചെറിയ ഡീറ്റെയിലിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. എന്നാൽ പിന്നെ നമ്മൾ ഒരു ടോട്ടൽ സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ വാട്ടർ പ്രൂഫിങ്ങും അതിൽ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഒരാളെ സംബന്ധിച്ച് ഒരാൾ
ഇത്രയും പൈസ മുടക്കി 2 കൊല്ലം കഴിയുമ്പോഴേക്കും ഈ പെയിൻറ്റ് പൊളിഞ്ഞു വീഴുന്നത് കാണുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കാലാവസ്ഥ, അല്ലെങ്കിൽ കേരളത്തിൽ ഈ ചെതൽ, അപ്പോൾ പെസ്റ്റ് കൺട്രോൾ ചെയ്യണം. അപ്പോൾ ഇതെല്ലാം നമ്മൾ എക്സ്ട്രാ ടെക്നിക്കായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ക്വാളിറ്റി ഓഫ് കൺസ്ട്രക്ഷനും നല്ലതായിരിക്കണം. ആക്ച്വലി ഇപ്പോൾ ഒരു കോൺക്രീറ്റിനെ സംബന്ധിച്ച് നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ അതിൽ നമുക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന വേറെ വഴിയില്ല. ഈ എംസാൻഡ് ഇറങ്ങിയ സമയത്ത് അന്ന് ആറ്റുമണലിൽ നിന്ന് മാറുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പകാലത്താണ്. അപ്പോൾ ആൾക്കാരിങ്ങനെ പറയുന്നത് കേൾക്കാം, അയ്യോ ഇനിയിപ്പോൾ കെട്ടിടങ്ങളുടെ ക്വാളിറ്റി ഇനി എന്താവും എന്നുള്ളത്. അപ്പോൾ പക്ഷേ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അത് പിന്നെ അതുമായിട്ട് നമ്മൾ യൂസ്ഡായി. ഇതേപോലെ പുതിയ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് എന്തൊക്കെയാണ്? ബ്രിക്സിൽ തന്നെ പലത് വരുന്നുണ്ട്. അതിനകത്ത് ഞാൻ കേട്ടത് പ്ലാസ്റ്റർ ചെയ്യേണ്ടാത്ത ബ്രിക്സുകൾ. ഇതിൻ്റെയൊക്കെ ക്വാളിറ്റിയൊക്കെ എങ്ങനെയാണ്? ജനറലായിട്ടൊന്ന് പറയാം, അത് സേഫാണോ? അതെ, ഇപ്പോൾ ഈ നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു വീടിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കമേഴ്ഷ്യൽ ബിൽഡിങ്ങിനെ സംബന്ധിച്ച് ഈ മെയ്സണറി ചെയ്യുന്ന സംഭവം, അല്ലെങ്കിൽ നമ്മൾ ഇടയിൽ കെട്ടുന്ന ഒരു സാധനം, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ അതിൽ 1-2 കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ വെയിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇപ്പോൾ വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഫ്രെയിംഡ് സ്ട്രക്ചർ ഉണ്ട്, ലോഡ് ബെയറിംഗ് സ്ട്രക്ചർ ഉണ്ട്. നമ്മൾ സാധാരണ കമേഴ്ഷ്യൽ ബിൽഡിംഗ് ഒരു ഫ്രെയിംഡ് സ്ട്രക്ചർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. സാധാരണ 1 നില വീട് 2 നില വീടെല്ലാം ലോഡ് ബെയറിംഗ് സ്ട്രക്ചർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡ് ബെയറിംഗ് സ്ട്രക്ചറിൽ ഭിത്തിയാണ് അതിൻ്റെ ഭാരം എടുക്കുന്നതെങ്കിൽ മറ്റേതിൽ കോളം ബീംസാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഇടയിൽ കെട്ടുന്ന ഈ കെട്ടിന്, ആ ഒരു ബ്ലോക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അതിൽ മെയിനായിട്ട് ലോഡിൻ്റെ വീടുകളാണെങ്കിൽ ഭിത്തി, അതെ ഭിത്തിക്ക് അതെ. അപ്പോൾ ആ ഭിത്തി, വീടുകളാണെങ്കിൽ ഭിത്തിയിൽ നമ്മൾ ചെയ്യുമ്പോൾ അത് സ്ട്രോങ് ആയിട്ടുള്ള ഭിത്തി തന്നെ ആയിരിക്കണം. കമേഴ്ഷ്യൽ ബിൽഡിങ്ങിലാണെങ്കിൽ നമ്മളത് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഭാരം കുറച്ചാൽ നല്ലതാണ്. കാരണം കോസ്റ്റ് എഫക്റ്റീവ് ആവും. കാരണം ഈ ബീമിൽ വരുന്ന ലോഡ് കുറയും, അതിലുള്ള റെയിൻഫോഴ്സ്മെൻറ്റ് നമുക്ക് കുറയ്ക്കാനും ഫൗണ്ടേഷനിലുള്ള റെയിൻഫോഴ്സ്മെൻറ്റ് കുറയ്ക്കാനും പറ്റും. അപ്പോൾ അങ്ങനെ പല ആസ്പെക്ട്സ് ഉണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു ക്രൈറ്റീരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടുകളെ സംബന്ധിച്ച് ചൂട് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ AC ഉള്ള സമയമാണ്. അപ്പോൾ ആക്ച്വലി ചെറിയ ടെമ്പറേച്ചർ വേരിയേഷൻ ആണെങ്കിൽ പോലും അത് നമ്മുടെ മെയിൻ്റെനൻസ് കോസ്റ്റിനെ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കോസ്റ്റിനെ ബാധിക്കുന്ന ഒരു സംഭവമാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇഷ്ടിക, ചെങ്കല്ല്, ഇപ്പോൾ നമ്മൾ കൺവെൻഷനലായിട്ട് യൂസ് ചെയ്തു വരുന്നത് സോളിഡ് കോൺക്രീറ്റ് ബ്ലോക്കാണ്. അതിൻ്റെ ചൂട് കൂടുതലാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ മുഴുവൻ, അല്ലെങ്കിൽ ക്ലയൻറ്റ്സ് മുഴുവൻ തിരിച്ച് ഇഷ്ടികയിലോട്ടും ചെങ്കലിലോട്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ അതിൻ്റെ ടെമ്പറേച്ചർ കുറച്ച് കുറയ്ക്കാൻ വേണ്ടി. ചെറിയ രീതിയിലാണ് വ്യത്യാസമുണ്ടെങ്കിലും അങ്ങനെയുള്ള ഇത്. അതേപോലെ AC ബ്ലോക്ക്, പിന്നെ ഈ പറഞ്ഞ മാതിരി പ്ലാസ്റ്ററിങ് ഇല്ലാതെ ചെയ്യാവുന്ന കാര്യങ്ങൾ, ഇങ്ങനെ പല സംഭവങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ഓരോത്തിനും ഓരോ ക്രൈറ്റീരിയ ഉണ്ട്. എല്ലാത്തിനും അഡ്വാൻറ്റേജും ഉണ്ട്, ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യാൻ നേരത്തെ ആ പ്രോപ്പർ ക്രൈറ്റീരിയ നോക്കി അതിൻ്റെ കോസ്റ്റും ഇമ്പോർട്ടൻ്റ് ആണ്. കൺവെൻഷണൽ മെത്തേഡ് നമ്മൾ കോൺക്രീറ്റ് ബ്ലോക്ക് യൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം കോസ്റ്റ് കാരണം. പക്ഷേ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ. ഇപ്പോൾ ഒരു സസ്റ്റൈനബിലിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ സിമെൻറ്റ് യൂസ് നമ്മൾ മാക്സിമം കുറയ്ക്കണം എന്നാണ്. അതായത് ചൂട് കുറയ്ക്കാനും, അല്ലെങ്കിൽ നമ്മുടെ ടോട്ടൽ എൻവയോൺമെൻറ്റിനെ രക്ഷിക്കാനുള്ളൊരു രീതിയിലാണെങ്കിൽ പോലും നമ്മൾ സിമെൻറ്റ് കണ്ടൻറ്റ് കുറയ്ക്കുക എന്നുള്ളൊരിതാണ്. അപ്പോൾ ആ ലെവലിലേക്ക് നമുക്ക് ഇപ്പോൾ ജിപ്സം പ്ലാസ്റ്ററിങ് അവൈലബിൾ ആണ്, സിമെൻറ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതേപോലെ കോൺക്രീറ്റ് ബ്ലോക്ക് നമ്മൾ മാറ്റുകയാണെങ്കിൽ, ഇഷ്ടിക ആക്കുകയാണെങ്കിൽ വീണ്ടും ഇഷ്ടികയിൽ, പക്ഷേ ആ ഇഷ്ടികക്ക് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ പാടത്തിൽ നിന്ന് എടുക്കുന്ന മണ്ണ് വെച്ചിട്ടാണല്ലോ ഇഷ്ടിക ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ എല്ലാ ക്രൈറ്റീരിയയും നോക്കണം. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കോണ്ടെക്സ്റ്റ് ആണ് നമുക്ക് അതിൻ്റെ സേഫ്റ്റി, ക്വാളിറ്റി എന്നൊക്കെ പറയാനായിട്ട് പറ്റും. കോസ്റ്റും താങ്കൾ 50-ന് മേലോളം പ്രൊജക്ട്സ് ചെയ്തിട്ടുണ്ട്. അതിൽ സാധാരണ വീടുകൾ തൊട്ട് 5000-6000 സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീടുകൾ, കൊമേഴ്സ്യൽ കെട്ടിടങ്ങൾ, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ താങ്കളെ അപ്രോച്ച് ചെയ്താൽ അത് എങ്ങനെയാണ്, അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ്? അതായത് വീട് വയ്ക്കുന്ന ആൾ വരികയാണെങ്കിൽ നമ്മൾ ബേസിക്കലി ഒരു ഫീ സ്ട്രക്ചർ കൊടുക്കും. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വർക്കിലോട്ട് കിടക്കുക. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ സൈറ്റ് പോയി കാണണം. കാരണം പണ്ട് കാലത്ത് ഒരു സ്കെച്ച് ആരെങ്കിലും അയച്ചു തന്നിട്ട് നമ്മൾ ആദ്യമേ അങ്ങ് പ്ലാൻ ചെയ്യണ ഒരു പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേ അത് ഭയങ്കര എന്താ പറയുക, കറക്റ്റായിട്ടുള്ള രീതിയല്ല. എന്തുകൊണ്ടാണത്? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സൈറ്റിൻ്റെ കോണ്ടെക്സ്റ്റ് അറിയാതെ നമുക്ക് അവിടെ പ്ലാനിങ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ആ സ്ഥലത്ത് ഒരു പുഴയുണ്ടാവും, പുഴേനെ പറ്റിയിട്ടുള്ള സംഭവം സ്കെച്ചിൽ ഉണ്ടാവില്ല. അപ്പോൾ സൈറ്റ് വിസിറ്റ് ചെയ്യണത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൈറ്റ് വിസിറ്റ് ചെയ്ത് അവിടെയുള്ള എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മണ്ണിൻ്റെ ഉറപ്പ്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ശരിക്കും പറഞ്ഞാൽ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യാൻ.
അപ്പോൾ ഒരു ക്ലയൻറ്റ് നമ്മുടെ അടുത്ത് വരികയാണെങ്കിൽ ആ ക്ലയൻറ്റിനെ മാത്രമല്ല ക്ലയൻറ്റിൻ്റെ കുടുംബത്തിന് മുഴുവനായിട്ട് നമ്മളൊരു ചെറിയൊരു ഇൻ്റർവ്യൂ പോലെ അല്ലെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് സംസാരിച്ചതിനെ ബേസ് ചെയ്ത് അവരുടെ റിക്വയർമെൻറ്റ്സ് എല്ലാം നമ്മൾ ആദ്യം ഒരു ഡിസൈൻ ബ്രീഫായിട്ട് കൺസിഡർ ചെയ്യും. ഇവിടെ നിന്നായിരിക്കും അപ്പോൾ ആ ഡിസൈൻ ബ്രീഫിൽ തന്നെ മാക്സിമം കാര്യങ്ങൾ നമ്മൾ ഡീൽ ചെയ്ത് തീർക്കണം. കാരണം ചെറിയൊരു സ്പേസ് പോലും അവർ അത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാനിങ്ങിനെ അത് ബാധിക്കും. കാരണം നമ്മൾ പ്ലാൻ ചെയ്യാൻ നേരത്ത് ബേസിക്കലി ആ ഒരു ഡിസൈൻ ബ്രീഫ് നമ്മുടെ തലയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ചില പ്ലാനിങ്ങിലൊക്കെ നമുക്ക് ഈ ഒരു വാഷ് ബേസിൻ മിസ്സായി പോയി കഴിഞ്ഞാൽ പോലും അതിൻ്റെ ടോട്ടൽ ലേഔട്ടിനെ തന്നെ ബാധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ചിലപ്പോൾ ചിലവർ കോമൺ ടോയ്ലറ്റ് വേണ്ടാന്ന് പറയും, പിന്നീട് കോമൺ ടോയ്ലറ്റ് വേണമെന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റത്തെ സ്റ്റേജിൽ തന്നെ ആ ഡിസൈൻ ബ്രീഫ് സ്റ്റേജിൽ തന്നെ മാക്സിമം കാര്യങ്ങൾ നമ്മൾ ഡിറ്റർമിൻ ചെയ്യണം. അതിനെ ബേസ് ചെയ്താണ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ഫസ്റ്റ് ഒരു 2D കോൺസെപ്റ്റൽ ലെവലിലുള്ള അത് നമ്മുടെ മനസ്സിൽ അതിൻ്റെ ഒരു രൂപരേഖ ഉണ്ടാവും, ഒരു 3D ലെവലിലും ഉണ്ടാവും. പക്ഷേ ആദ്യം നമ്മൾ കാണിക്കുന്നത് ഒരു 2D പ്ലാനിങ് ആണ്. കാരണം നമ്മളെ സംബന്ധിച്ച് ഫങ്ഷണൽ പ്ലാനിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ മിക്ക ക്ലയൻറ്റും ആദ്യം വരുന്നത് ഒരു 3D കാണിച്ചിട്ട് ഇതുപോലെ എനിക്ക് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. നമ്മൾ കാണുന്ന ഭംഗി ചിലപ്പോൾ ആ പെരതാമസത്തിൻ്റെ അന്നോ അല്ലെങ്കിൽ മറ്റുള്ളവർ കാണുന്ന ഒരു ഇതുണ്ടാവുള്ളൂ. പക്ഷേ നമ്മൾ അതിൻ്റെ അകത്ത് ജീവിക്കുന്നത് ചിലപ്പോൾ 30 കൊല്ലം 40 കൊല്ലം ജീവിക്കാൻ നേരത്ത് നമുക്കൊരു കംഫർട്ടബിൾ ഫീലിംഗ് വേണം. ആ കംഫർട്ട് ഇല്ലെങ്കിൽ എത്ര ഭംഗിയുള്ള സംഭവമാണെങ്കിലും അതിൽ കാര്യമില്ല. അപ്പോൾ നമ്മൾ ഫങ്ഷണൽ പ്ലാനിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഡിസൈൻ ഫേമാണ്. അപ്പോൾ അത് ഫങ്ഷണൽ പ്ലാനിങ് ലെവലിൽ നമ്മൾ കൊടുക്കും. അതേപോലെ എത്ര പ്രാവശ്യം അവർക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്കത് വരുത്താവുന്നതാണ്. നമുക്ക് ഒരു അഡമൻ ഇതൊന്നുമില്ല, ഇത്രയും പ്രാവശ്യമാണ് ചെയ്യാൻ പാടുള്ളൂ. കാരണം നമ്മൾ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ആദ്യത്തെ ലെവലിൽ തന്നെ അത്യാവശ്യം കാര്യങ്ങൾ തീരുമാനമാകും. എന്നാൽ പോലും അവർക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരണമെങ്കിൽ നമ്മൾ ഇതാക്കാം. ഇപ്പോൾ ചില ആർക്കിടെക്ട്സ് അതിനു വേണ്ടി ശ്രമിക്കാറില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആ ഒരു ക്ലയൻറ്റിന് വേണ്ടിയിട്ട് പണി ചെയ്തു കൊടുക്കുന്ന ആളാണ്, അല്ലാതെ നമ്മളല്ല അവിടെ താമസിക്കാൻ പോകുന്നത്. സ്വാഭാവികമായിട്ട് അയാൾക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ ആ ഒരു പ്രൊജക്റ്റ് നന്നാവില്ല. അപ്പോൾ അതാണ് ഫസ്റ്റത്തെ സ്റ്റേജ് ഡിസൈൻ. അതിനുശേഷം നമ്മളൊരു 3D ലെവൽ, ഒരു സ്കിമാറ്റിക് ഡിസൈൻ ലെവൽ നമ്മൾ വർക്കൗട്ട് ചെയ്യും. അതിനുശേഷം അപ്പോൾ ഇതിൻ്റെ എല്ലാ സമയത്തും നമ്മൾ കോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് വെക്കും. കാരണം എത്ര നമ്മൾ ഇമാജിൻ ചെയ്താലും അത് റിയാലിറ്റിയിലോട്ട് കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ അതിലർത്ഥമില്ല. അപ്പോൾ നമ്മൾ അവരുടെ അടുത്തൊരു ബഡ്ജറ്റും ആദ്യമേ ചോദിച്ചു വെക്കും. അത് നമ്മുടെ മനസ്സിൽ ഉണ്ടായിട്ട് തന്നെ ആയിരിക്കും നമ്മൾ മുന്നോട്ട് പോകാം. അപ്പോൾ ഈ ബഡ്ജറ്റ് നമ്മൾ കോസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞു പിന്നെ അതിനുശേഷം ഈ പറഞ്ഞ മാതിരി സോയിൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ സോയിൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം. കാരണം അതിൽ വളരെ കോസ്റ്റ് ഡിഫറൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ അത് ചെയ്യും. സോയിലിനെ ബേസ് ചെയ്തിട്ട് എൻ്റയർ കൺസ്ട്രക്ഷൻ്റെ മറ്റേ ഫൗണ്ടേഷൻ്റെ ഒക്കെ അതെ രീതികൾ മാറാൻ കോസ്റ്റും വ്യത്യാസം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഇമ്പോർട്ടൻസ് സോയിൽ ടെസ്റ്റ് എല്ലാ ക്ലയൻറ്റിനെ കൊണ്ടും മാക്സിമം നമ്മൾ ചെയ്യിപ്പിക്കാറുണ്ട്. ചില ക്ലയൻസ് ചിലപ്പോൾ ഒരു 15,000 16,000 കേസായിരിക്കും. എന്നാൽ പോലും അത് ചെയ്യാൻ താല്പര്യപ്പെട്ടില്ലെങ്കിലും നമ്മളത് നിർബന്ധമായിട്ട് പറയാറുണ്ട്. കാരണം അത് സേഫ്റ്റി ഇമ്പോർട്ടൻ്റ് ആണ്, അതേപോലെ കോസ്റ്റും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു ചതുപ്പ് നിലത്തിൽ നമ്മൾ കൊണ്ടുപോയി സാധാരണ ഫൗണ്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് തന്നെയാണ് അതിൻ്റെ ബുദ്ധിമുട്ട്. ചിലപ്പോൾ 1-2 കൊല്ലം കഴിയുമ്പോൾ ഇതുപോലെ ക്രാക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പണിതെല്ലാം വെറുതെ ആയി പോകും. അപ്പോൾ അതാണ് ഒരു ഡിസൈൻ സ്റ്റേജ്. ഈ ഡിസൈൻ സ്റ്റേജിന് ശേഷമായിരിക്കും നമ്മൾ നമ്മുടെ കൺസ്ട്രക്ഷൻ സ്റ്റേജിൻ്റെ കാര്യങ്ങളിലേക്ക് എത്തുക. അപ്പോൾ ആദ്യം നമ്മൾ ഡിസൈനിൻ്റെ സമയത്ത് തന്നെ കൺസ്ട്രക്ഷൻ്റെ കാര്യങ്ങൾ പറയാറില്ല. കാരണം നമുക്ക് ഡിസൈനും ചെയ്യാം ബിൽഡും ചെയ്യാം. രണ്ട് രീതിയിലും നമ്മൾ വർക്കൗട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ പറയാറുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേറെ കോൺട്രാക്ടേഴ്സിനെ നിങ്ങൾക്ക് കോട്ട് എടുക്കാം, നമ്മുടെയും കോട്ട് എടുക്കാം. എന്നിട്ട് അതിൽ നമ്മുടെ ക്വാളിറ്റിയും അതേപോലെ തന്നെ നമ്മുടെ കോസ്റ്റും നോക്കിയിട്ട് നിങ്ങൾക്ക് തീരുമാനം എടുക്കാം. അപ്പോൾ ആ ലെവൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് അവർക്ക് എന്താണ് ആവശ്യകത അത് നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് എല്ലാ വർക്കുകളും എടുക്കുക. താങ്കൾ ചെയ്തതിൽ വെച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ചലഞ്ചിങ് ആയിട്ടുള്ള പ്രൊജക്ട്സ് ഏതൊക്കെയാണ്? ചാലഞ്ചിങ് പ്രൊജക്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ സ്പെഷ്യൽ ആയിട്ടുള്ള എല്ലാ പ്രൊജക്ട്സും ചലഞ്ച്. അതെ. അപ്പോൾ സ്പെഷ്യൽ ആയിട്ടുള്ള പ്രൊജക്ട്സ് എന്ന് പറയുമ്പോൾ എനിക്ക് ആലപ്പുഴയിലൊരു വീട് ചെയ്തായിരുന്നു. അതെ അത് നമ്മളൊരു ട്രഡീഷണൽ ലെവലുള്ള വീടാണ്, ഒരു NRI ക്ലയൻറ്റിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ നമ്മൾ കൂടുതലും കുറേ എൻക്വയറി വരുന്നത് NRI ക്ലയൻസിൻ്റെ ആയിരുന്നു. എനിക്ക് തോന്നുന്നത് നമ്മൾ അങ്ങനെയാണ് പരിചയപ്പെടുന്നത്. മലയാള മനോരമയുടെ ഒരു ഓൺലൈൻ ആഡിനകത്ത് ആ വീടിനെ കുറിച്ച് ഒരു ആർക്കിടെക്ചറൽ പേജ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഈ പർട്ടിക്കുലർ വീടിനെ കുറിച്ച് പരാമർശമുണ്ട്. അതെ. അപ്പോൾ ഈ NRI ക്ലയൻസിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പൈസ അവർ തരാൻ തയ്യാറാണ്. അവർ
ഇപ്പം നമ്മുടെ നാട്ടിലുള്ളവർക്ക് ചിലപ്പോൾ പൈസയുടെ ബുദ്ധിമുട്ടുണ്ടാകും, പക്ഷെ അവർക്ക് പൈസ തരാൻ തയ്യാറാണ്, പക്ഷെ അവർക്ക് സമയമില്ല ആക്ച്വലി. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ അവരെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് അപ്ഡേറ്റ് കൊടുക്കുക. അതായത് എല്ലാ ദിവസം എന്നുള്ള രീതിയിൽ നമ്മൾ അപ്ഡേറ്റ്സ് കൊടുക്കും. അപ്പോൾ അവർ അവിടെ നിൽക്കുകയാണെങ്കിൽ അവർ ഇവിടെ നിന്ന് പണിയിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മളത് കാണിച്ചു കൊടുക്കും. അപ്പോൾ ആ രീതിയിലുള്ള ടെക്നിക്കൽ വാട്സപ്പോ അല്ലെങ്കിൽ അതേപോലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അത് എനിക്കൊരു സ്പെഷ്യൽ പ്രൊജക്റ്റായിട്ട് തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല യുണീക്കായിട്ടുള്ള ഡിസൈനായിരുന്നു. അതേപോലെ ക്ലയൻറ്റ് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അതേപോലെ പരപ്പനങ്ങാടിയിൽ നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പ്രൊജക്ട്സിൽ ഡിസൈനും എല്ലാ അതെ നമ്മൾ തന്നെയാണ് ചെയ്തത്. പരപ്പനങ്ങാടിയിലുള്ള പ്രൊജക്റ്റ് ഒരു US ക്ലയൻറ്റിൻ്റെ ആയിരുന്നു. അപ്പോൾ അതും NRI ക്ലയൻ്റ് ആയിരുന്നു. നമ്മൾ മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്തു, അവരെ മാക്സിമം കാര്യങ്ങൾ നമ്മൾ ഇത് കൊടുത്തു. പിന്നെ വേറൊരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ചന്ദരൂർ നമ്മുടെ ട്രയാങ്കിൾ ഷേപ്പിൽ തന്നെ ഉള്ളൊരു പ്രൊജക്റ്റാണ്. സാധാരണ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം, ട്രയാങ്കിൾ ചന്ദരൂർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഈ പിക്ചർ വരും. അത് ഹൈവേ കൂടെ പോകുമ്പോൾ കാണുന്ന ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു റിനോവേഷൻ പ്രൊജക്റ്റായിരുന്നു. പക്ഷേ റിനോവേഷനായിട്ട് ആർക്കും തോന്നാൻ ചാൻസ് ഇല്ല, ബിക്കോസ് ന്യൂ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ന്യൂ ഡിസൈനാണത്. ഒരു ജാളിയൊക്കെ വെച്ചിട്ടുള്ള ഡിസൈനാണ്. അപ്പോൾ അത് നല്ലൊരു പ്രൊജക്റ്റായിരുന്നു. പിന്നെ അതേപോലെ തന്നെയാണ് തോട്ടുമുഖത്തൊരു ഒരു മലയുടെ മേളിൽ ഒരു ചെറിയൊരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. അതും എനിക്കൊരു സ്പെഷ്യലായിട്ടുള്ള പ്രൊജക്ട്സാണ്. അപ്പോൾ അതേപോലെ പൈപ്പ് ലൈനിൽ പല പ്രൊജക്ട്സുകളുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു കമേഴ്ഷ്യൽ വാല്യൂ, ഇപ്പോൾ ഒരു സിനിമ ഫീൽഡിൽ ഒരു അവാർഡ് സിനിമ ഒരു കമേഴ്ഷ്യൽ സിനിമ എന്ന പോലെ നമ്മുടെ ഭാഗത്ത് കുറച്ചും കൂടി ഡിസൈൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. അതേപോലെ നമ്മുടെ കമേഴ്ഷ്യൽ പ്രൊജക്ട്സ്, ഇപ്പോൾ ഇൻഡസ്ട്രിയൽ പ്രൊജക്ട്സ്, അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡിസൈനേക്കാൾ ഉപരി എത്ര പെട്ടെന്ന് നമ്മൾ തീർക്കുന്നു, ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് ആ ഇൻവെസ്റ്റേഴ്സിന് തിരിച്ച് നമ്മുടെ ബിൽഡിങ് കൊടുക്കുക, അതാണ് നമ്മുടെ ഇമ്പോർട്ടൻസ്. അപ്പോൾ അത് കൊടുക്കാൻ നേരത്തെ അവർക്ക് അതിനനുസരിച്ചിട്ട് എത്രയും പെട്ടെന്ന് റിട്ടേൺസിലേക്ക് വരാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 2 അപ്രോച്ചാണ്, റെസിഡൻഷ്യലും കൺസ്ട്രക്ഷനും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്ലയൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഇൻഡസ്ട്രിയൽ പ്രൊജക്ട്സ് മാത്രമായിട്ട് വരുന്നത്. അപ്പോൾ അതും ആക്ച്വലി നമുക്ക് അതൊരു ബൾക്ക് ക്വാണ്ടിറ്റി വരുന്ന, നമുക്ക് കുറച്ച് എമൗണ്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും അത് നല്ലൊരു ഇത് കിട്ടുന്ന സംഭവമാണ്. ഞാൻ താങ്കളെപ്പറ്റി പഠിച്ചപ്പോൾ ഒരു കാര്യം കൂടെ എനിക്ക് മനസ്സിലായി. ട്രയാങ്കിൾ ഓർബിസ് എന്ന് പറയുന്നൊരു സർവീസ്, അതായത് കൺസ്ട്രക്ഷൻ മേഖലയിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആ ബിസിനസ് നടത്തിക്കൊണ്ട് പോകാൻ എങ്ങനെയാണെന്നുള്ള ഒരു സർവീസാണ് ഈ ട്രയാങ്കിൾ ഓർബിസ്. അതിനെക്കുറിച്ചൊന്ന് പറയാം. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിൽ നിന്ന് ഇറങ്ങി വരുന്നൊരു അവസ്ഥയുണ്ട്. ഇപ്പോൾ താങ്കളാണെങ്കിലും കോളേജ് കഴിഞ്ഞതിന് ശേഷം ഒരു എന്താ പറയുക, ഒരു ചിലപ്പോൾ നമ്മൾ സ്വന്തമായിട്ടൊരു ഓഫീസ് തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷേ സ്വാഭാവികമായിട്ടും നമ്മൾ ഏതെങ്കിലും ഒരു ജൂനിയറായിട്ട് ഏതെങ്കിലും ആരുടെ കീഴിലായിരിക്കും ചെയ്യുക. ചില കുട്ടികളുണ്ടാവും കുറച്ചും കൂടി ടാലൻറ്റഡ് ആയിരിക്കും, അവർക്ക് സ്വന്തമായിട്ട് എൻ്റർപ്രണർ സ്കില്ല് നേരത്തെ ഉള്ളത്, അതായത് ഓൾറെഡി ഉള്ളവരായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ചുള്ള ഒരു പ്രോബ്ലം ഞാൻ മനസ്സിലാക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു സിവിൽ എഞ്ചിനീയർ ആണെന്ന് വിചാരിക്കുക. സിവിൽ എഞ്ചിനീയർ അതെ. അപ്പോൾ അയാളെ സംബന്ധിച്ച് അയാൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്, ബിടെക്കിനെ പറ്റി അല്ലെങ്കിൽ ടെക്നിക്കൽ നോളജ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കലും ഒരു പ്രൊഫഷണൽ കോഴ്സിൽ ഒരു ബിസിനസ് മാൻ ആകാൻ വേണ്ടി അല്ലെങ്കിൽ ഓൺട്രപ്രണർ ആകാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുന്നില്ല. എസ്പെഷ്യലി ടെക്നിക്കൽ കോഴ്സുകളൊക്കെ അങ്ങനെയാണ്. അതെ. അപ്പോൾ നമ്മളെല്ലാം ഇത് കഴിഞ്ഞ് വന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു ഓൺട്രപ്രണർ ആകാൻ പണ്ടേ ആലോചിച്ചിരുന്ന ആളാണ്. പക്ഷേ സ്വാഭാവികമായിട്ട് നമ്മളെ കുറേ സമയം പോയി, അതായത് ട്രെയിനിങ് കിട്ടാതെ തന്നെ ഈ മേഖലയിൽ കൂടെ കടന്നു വന്ന് പഠിച്ചു. അതെ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ആ സമയത്ത് നമ്മൾ കുറേ ബുദ്ധിമുട്ടി നമ്മൾ സ്വന്തമായിട്ട് പഠിച്ചിട്ടാണ് ഈ ഒരു ലെവലിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ എത്തുന്ന സമയമാകുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് നമ്മുടെ കുറേ സമയം അങ്ങ് പോകും. അപ്പോൾ അതിന് പകരം നമ്മൾ ഇതുപോലുള്ള ആരെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ, അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഇപ്പോൾ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഒരു പ്രോപ്പർ സിസ്റ്റമായിട്ട്, അല്ലെങ്കിൽ അത് ടെക്നിക്കൽ ബേസിൽ, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മാനേജ്മെൻറ്റ് കൺസൾട്ടൻസ് ഉണ്ട്, അവർ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കും. സിസ്റ്റമായിട്ട് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് ഫേമിന് ചെയ്ത് കൊടുക്കും. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു സ്ട്രക്ചറൽ ഡിസൈൻ ഓഫീസ്, അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ ഓഫീസ്, അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ചർ ഓഫീസ്, അവർക്കെല്ലാം ഒരു ടെക്നിക്കൽ അഡ്വൈസ് അല്ലെങ്കിൽ ടെക്നിക്കലായിട്ടുള്ള കുറച്ച് സ്റ്റാൻഡർഡൈസേഷൻ വേണം. അതിൻ്റെ കൂടെ തന്നെ ബിസിനസ് രീതിയിലുള്ള സ്റ്റാൻഡർഡൈസേഷൻ വേണം. അപ്പോൾ അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട്, ഇപ്പോൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ബിസിനസ്സിലുള്ളത് കൊണ്ട് നമുക്ക് ആ ഒരു ടെക്നിക്കൽ അല്ലാത്ത മേഖലയെ പറ്റിയിട്ടും അറിവുണ്ട്. അപ്പോൾ ഈ കാര്യം കൂടി അവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് അത് നമുക്ക് പിന്നെ സ്വാഭാവികമായിട്ട് ഒരു സർവീസും കൂടി ആയിട്ടാണ് നമ്മളിതിനെ കരുതുന്നത്. അതായത്
ഇപ്പോൾ നമ്മൾ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയിലുള്ള മറ്റുള്ള ആൾക്കാർക്കും ഒരു സർവീസ് കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടിയാണ് ഇതിലുള്ളത്. അതായത് ഒരു ഓണ്ടർപ്രണർ മെന്റർഷിപ്പ് സപ്പോർട്ട് അതെ എന്ന് പറയുന്നത് അതെ ഒരു സർവീസും കൂടി. അതെ, നമുക്ക് കിട്ടിയ എക്സ്പീരിയൻസ് നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, അതാണ് ഏറ്റവും സ്വന്തമായിട്ട് കൺസ്ട്രക്ഷൻ ബിസിനസ് തുടങ്ങാനുള്ള ട്രെയിനിങ്. അതല്ലേ? അതെ. ധാരാളം എഞ്ചിനീയേഴ്സും കോൺട്രാക്ടേഴ്സും കൺസ്ട്രക്ഷൻ കമ്പനികളും ഉണ്ട്. അതിലെന്തുകൊണ്ട് താങ്കളെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കൺസ്ട്രക്ഷൻ പ്രൊഫഷണൽസാണ്. അതായത് ബേസിക്കലി ഞാൻ സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സാണ്. നമ്മുടെ ഓഫീസിൽ ആർക്കിടെക്ട്സ് ഉണ്ട്, അതേപോലെ സിവിൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് USP ആയിട്ട് നമ്മൾ പറയുന്നത്. അതായത് കൺസ്ട്രക്ഷൻ പ്രൊഫഷണൽസ് ഉള്ള ഒരു കോൺട്രാക്റ്റിംഗ് ഫേം. അത് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം. അതായത് ഡിസൈൻ മാത്രമാണെങ്കിൽ ഡിസൈൻ, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ മാത്രമാണെങ്കിൽ കൺസ്ട്രക്ഷൻ, ഡിസൈൻ ആൻഡ് ബിൽഡ് ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൺസ്ട്രക്ഷൻ പ്രൊഫഷണൽസ് നടത്തുന്ന ഒരു കൺസ്ട്രക്ഷൻ ഫേം. അപ്പോൾ വളരെ ഇൻഫോർമേറ്റീവായിട്ടൊരു സെഷനായിരുന്നു. ഇത്രയും നേരം സംസാരിച്ചതിന് എനിക്ക് കുറേയധികം കാര്യങ്ങൾ മനസ്സിലായി. ഇനി കുറേയധികം കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അപ്പോൾ താങ്ക് യു ഹാഷിം K. അബ്ദുൾ അസീസ്, ഓണർ ട്രയാങ്കിൾ ഡിസൈൻ ആൻഡ് ബിൽഡ്. താങ്ക് യു.